ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മീൻ മുളകിട്ടതിൻ്റെ അതേ രുചിയിൽ തന്നെ നമ്മുടെ വെണ്ടക്ക മുളകിട്ടതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാനിന്നിവിടെ ഉണ്ടാക്കിയപ്പോൾ ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അധികം മൂക്കാത്ത വെണ്ടക്ക വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു 250 ഗ്രാമോളം വെണ്ടക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു 10-20 വെണ്ടക്ക ഉണ്ടായിരിക്കും. അത് ആദ്യം തന്നെ നമ്മൾ ഒരു 20 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നമുക്ക് കുറച്ച് വെള്ളത്തിൽ മുക്കി വെക്കണം. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അഴുക്കുകളും കീടനാശിനികളൊക്കെ നല്ലപോലെ പോവാനായിട്ട് ഒന്നില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വിനെഗർ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഞാനിവിടെ കുറച്ച് വിനെഗറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഇതൊന്ന് മുക്കി വെക്കുന്നത്. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വെണ്ടക്ക നല്ല പോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഇത് നമുക്ക് 2 പീസാക്കിയിട്ട് മുറിക്കണം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാനിവിടെ കഴുകിയെടുത്തിട്ടാണ് അപ്പോൾ മുറിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 അറ്റഭാഗം കളഞ്ഞിട്ട് ഇതേപോലെ 2 പീസാക്കിയിട്ടാണ് ഞാൻ മുറിക്കുന്നത്. പിന്നെ ഈ മുറിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കുറച്ച് വലിയ പീസാക്കി മുറിച്ചാലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് മുറിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, വലിയ പീസാക്കിയിട്ട് മുറിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, നീളത്തിൽ മുറിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഫുള്ള് വെണ്ടക്ക ഇതേപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയതിന് ശേഷം ഒരു മൺചട്ടിയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ മൺചട്ടി സ്റ്റവിൽ വെച്ചിട്ട് അതിൽ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. അതിൽക്ക് ഇപ്പോൾ 1 പിടി ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 2-3 എണ്ണം നെടുകെ കീറിയത്, പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത്ര ചെറിയ പീസാക്കി അരിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു 2 അല്ലി എടുത്തിട്ടുള്ള, വലിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. ചെറിയ അല്ലിയൊക്കെ ആണെങ്കിൽ 3-4 അല്ലി എടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് ഈ ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള 1 ടീസ്പൂൺ ഉപ്പ് ഞാനിവിടെ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴറ്റി കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അധികം ഒന്നും ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടില്ലല്ലോ, തക്കാളിയും ഇതൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും. അപ്പോൾ നമ്മളിത് വഴന്ന് വരുന്ന സമയത്ത്, ആ എണ്ണ തെളിയുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ മീൻ മുളകിടുമ്പോൾ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ വെണ്ടയ്ക്ക ആയതുകൊണ്ടാണ് ഞാനിവിടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരൊറ്റ മിനിറ്റ് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പൊടികൾ കരിയരുത്, കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് പുളിവെള്ളം ഒഴിച്ചെടുക്കണം. അപ്പോൾ ഈ പുളിവെള്ളം നിങ്ങൾ ആദ്യം തന്നെ പുളി, ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിഴിഞ്ഞ വെള്ളമാവാം, അല്ലെങ്കിൽ 1 ടീസ്പൂണ് പുളിയുടെ പേസ്റ്റ് എടുത്തിട്ട് 1.5 കപ്പ് വെള്ളത്തിൽ കലക്കിയതാവാം. എങ്ങനെയാണെങ്കിലും ഒരു 1.5 കപ്പ് വെള്ളത്തിൽ പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം ഈ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടക്കായും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും വെണ്ടക്കായ ആയതുകൊണ്ട് തന്നെ വേഗം വെന്തിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ 1.5 കപ്പ് എന്നുള്ളത് 2 കപ്പ് വെള്ളമാക്കി ഒഴിക്കാം. ഞാനിവിടെ അധികം ഗ്രേവിയിൽ എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ വെണ്ടക്കായ ആയതുകൊണ്ട് തന്നെ ഇത് തിളച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം അധികമായിട്ട് വരും. അപ്പോൾ ഈ 1.5 കപ്പ് വെള്ളത്തിലാണ് ഞാൻ വെണ്ടക്കായ വറ്റിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രേവിയുടേത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒഴിക്കാം. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ അധികം ഗ്രേവി ഇല്ലാതിരിക്കുന്നതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ്. അതിനുശേഷം നമ്മളിവിടെ 4-5 മിനിറ്റ് മൂടി വെച്ച് നമ്മുടെ കറി ഇവിടെ ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇതൊരു പ്രത്യേക രുചിയാണ്, പ്രത്യേകിച്ച് നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.